ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, represent the following situation in the form of quadratic equations. Question number 1, 2 sub question 1 ആണ്. The area of a rectangular plot is 528 meter square. The length of the plot in meters is 1 more than twice its breadth. We need to find the length and breadth of the plot. Second sub question, the product of two consecutive positive integer is 306. We need to find the integers. Question number 3, Rohan's mother is 26 years older than him. The product of their ages in years 3 years from now will be 360. We would like to find Rohan's present age. Fourth question, a train travels a distance of 480 km at a uniform speed. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. We need to find the speed of the train. Secondly, first sub question, the area of a rectangular plot is 528 meter square. ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 528 മീറ്റർ സ്ക്വയർ ആണ്. 528 മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ അതുപോലെ the length of the plot is 1 meter more than twice its breadth. Length of the plot is 1 meter more than twice its breadth എന്ന് പറയുമ്പോൾ in terms of ഏതിലാണ് പറയുന്നത്? ലെങ്ത് in terms of breadthലാണ് പറയുന്നത്. ഏതിനാ നമ്മൾ എക്സ് എന്ന് എടുക്കണം? ബ്രെഡ്ത്തിന് എക്സ് എന്ന് എടുക്കണം. കാരണം ലെങ്ത് പറഞ്ഞേക്കുന്നത് in terms of breadthലാണ്. ബ്രെഡ് എന്താണ്? 2 times length of the plot is 1 more than twice its breadth. ബ്രെഡ്ത്തിന്റെ ട്വൈസിനോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രെഡ്ത്തിലായിരിക്കണം, ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്തിലായിരിക്കണം ലെങ്തും ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യണം. ആദ്യം വാല്യൂ കൊടുക്കേണ്ടേ. ഫസ്റ്റ് എങ്ങനെ എഴുതാം? ലെറ്റ് the breadth of the rectangular plot. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ബ്രെഡ്ത്ത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ലെങ്ത് പറഞ്ഞേക്കുന്നത് ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്തിലാണ്. അപ്പോൾ ബ്രെഡ്ത്തിന് എക്സ് എന്ന് എടുത്തിട്ട് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ ആ സീക്വൻസിൽ, ബ്രെഡ്ത്തിന്റെ സീരീസിൽ ബ്രെഡ്ത്ത് എന്തോന്നാണോ കണ്ടീഷൻ പറയുന്നത് ആ കണ്ടീഷനിൽ പറയുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണോ കാണേണ്ടത്, ലെങ്ത് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്തിൽ തന്നിരിക്കുന്നതുകൊണ്ട് ബ്രെഡ്ത്തിനെയാണ് എക്സ് എന്ന് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതിനെ എക്സ് എന്ന് എടുക്കണം എന്ന് വേണം ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്. ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് എക്സ് മീറ്റർ എന്ന് എടുക്കണം. കാരണം ഏരിയ തന്നിരിക്കുന്ന 528 മീറ്റർ സ്ക്വയറിലാണ്. അപ്പം ബ്രെഡ്ത്തും എന്തോന്നിലായിരിക്കും? മീറ്ററിലായിരിക്കും ബ്രെഡ്ത്ത് തന്നിട്ടുള്ളത്. യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ ആയിരിക്കും. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് എക്സ് മീറ്റർ എന്ന് എടുത്തു. ഇനി അടുത്ത് ലെങ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യും? ലെങ്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് നമ്മൾ ബ്രെഡ്ത്ത് ആണ് എക്സ് എന്ന് എടുത്തത്. അപ്പൊ ലെങ്ത് എന്തോന്നായി മാറും? ലെങ്ത് എന്ന് പറയുന്നത് the length of the plot is 1 more than twice its breadth. 1 more than twice its breadth. ബ്രെഡ്ത്തിന്റെ ടോയ്സിനോടൊപ്പം, ബ്രെഡ്ത്തിന്റെ ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്തു, അതിന്റെ ടോയ്സ് ആവുമ്പോൾ എങ്ങനെ വരും? 2x അല്ലെ? ബ്രെഡ്ത്തിന്റെ ടോയ്സ് മീൻസ് 2x ആവും. 2xനോടൊപ്പം 1 more than 1 കൂടുതലാണ്. ആരുടെ? ലെങ്ത് എന്ന് പറയുന്നത് ടോയ്സ് ബ്രെഡ്ത്തിനോടൊപ്പം 1 കൂടുതലാണ്. therefore which is equal to 2x plus 1 എന്ന് എടുത്തു. അപ്പം ബ്രെഡ് ലെങ്ത് എന്ന് പറയുന്നത് 2x plus 1 എടുത്തു. ഈ സിറ്റുവേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ മെഷർമെന്റ്സ് ഒന്നുമില്ല. ലെങ്തും ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തോന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റെപ്രസെന്റ് ദ സിറ്റുവേഷൻ algebraically എന്ന് പറഞ്ഞാൽ by using in the form of quadratic equation ആക്കി ആ സിറ്റുവേഷനെ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനി എന്തോന്ന് ചെയ്യണം? ഏരിയ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ലെങ്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, ബ്രെഡ്ത്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ കാരണം റെക്ടാങ്കുലർ പ്ലോട്ട് ആണ്, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതുകൊണ്ട് therefore area of
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുള്ളത് ഏരിയയാണ്. അതുകൊണ്ട് ഏരിയ അനുസരിച്ച് വേണം ഫൈൻഡ് ചെയ്യാനായിട്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല L ഇൻറ്റു ബി. ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തു? 2x + 1 മീറ്റർ ആണ്. 2x + 1 ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു x. ഏരിയ എത്രയും തന്നിട്ടുണ്ട്? 528 മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 528. ദെൻ 528 ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 2x ഇൻറ്റു എക്സ് എന്തെന്നാവും? 2x² പ്ലസ് x ഇൻറ്റു 1 x ആവും. This is equal to 2x² plus x minus 528 equal to 0. അപ്പോൾ നമ്മൾ എന്ത് ഫോമാറ്റിലോട്ട് മാറ്റി കഴിഞ്ഞു? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ax² plus bx plus c equal to 0. Therefore, it represents the given situation represents a quadratic equation. അപ്പോൾ എഴുതണം. Since it is of the form ax² plus bx plus c equal to 0 where a not equal to 0. ആ കണ്ടീഷൻ ax² plus bx plus c എഴുതുമ്പോൾ ഉടനെ where a not equal to 0 എന്ന് എഴുതിക്കോണം. a equal to 0 ആയാൽ അത് ലീനിയർ പോളിനോമിയൽ ആയി മാറും. അതുകൊണ്ട് ക്വാഡ്രാറ്റിക് ആവാൻ വേണ്ടി a not equal to 0 അതാണ് മെയിൻ കണ്ടീഷൻ. x² ടേം കാരണം ക്വാഡ്രാറ്റിക് ആവണമെങ്കിൽ x-ന്റെ പവർ 2 ആയിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ ആ ടേം ഒരിക്കലും 0 ആവാൻ പാടില്ല. Where a not equal to 0, hence the given situation represents a quadratic equation. Which is the answer. Second sub question. The product of two consecutive positive integer is 306. രണ്ട് അടുത്തടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 306 ആണ്. തന്നിട്ടുണ്ട്. പിന്നെ വി നീഡ് ടു ഫൈൻഡ് ദ ഇൻറ്റിജേഴ്സ്. ഇതിന്റെ സിറ്റുവേഷൻ എന്തോന്നാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി ഈ സിറ്റുവേഷൻ എഴുതാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ 306 പ്രോഡക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മീൻസ് അടുത്തടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. കാരണം ഇപ്പോൾ 1 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 2 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 3 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 4. അതിനാണ് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് ഒരെണ്ണത്തിന് എക്സ് എന്ന് എടുത്താൽ, ഞാനിപ്പോൾ ഫസ്റ്റ് എക്സ് എന്ന് എടുത്താൽ എക്സിനോടൊപ്പം 1 കഴിഞ്ഞാൽ 1നോടൊപ്പം 1 ആഡ് ചെയ്താലാണ് 2 ആവുന്നത്. അതുപോലെ 2നോടൊപ്പം 1 ആഡ് ചെയ്താലാണ് 3 ആവുന്നത്. 3നോടൊപ്പം 1 ആഡ് ചെയ്താലാണ് 4 ആവുന്നത്. അപ്പോൾ എക്സ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് എന്ന് എടുത്താൽ നെക്സ്റ്റ് ഇൻറ്റിജർ എന്തോന്നായിരിക്കും? ഈ എക്സ് എന്ന് നമ്മൾ എക്സ് എന്ന് ഫസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് എടുക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ഇൻറ്റിജർ ഏതായിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ x + 1. 1നോടൊപ്പം ഞാൻ എക്സ് ഇപ്പോൾ 1 എന്ന് കൊടുത്താൽ 1നോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോഴാണല്ലോ 2 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കേസ് അടുത്തടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സ് എന്നും x + 1 എന്നും വേണം എന്തോന്നാണ് വാല്യൂ അസ്യൂം ചെയ്യാനായിട്ട്. അപ്പോൾ ലെറ്റ് ദ ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ബി എക്സ് ആൻഡ് x + 1. മനസ്സിലായല്ലോ? കാരണം 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തരുന്ന നമ്പറിനോടൊപ്പം 1 ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു നമ്പർ എക്സ് എന്ന് എടുത്താൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ x + 1 ആവും. അത് അങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അസ്യൂം ചെയ്യുന്നത്. ലെറ്റ് ദ ടു കോൺസിക്യൂട്ടീവ് positive integers be x and x + 1. ഇനി എന്തോന്നാണ്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്തോന്നാണ് ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 306 എന്ന് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെയും പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 306 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷനാണ് നമ്മൾ എന്തോന്ന് എഴുതേണ്ടത്? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമാറ്റിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഫസ്റ്റ് നമ്പർ ഏതാണ്? എക്സ് എന്ന് എടുത്തു. അടുത്ത സെക്കൻഡ് നമ്പർ ഏതാണ്? x + 1 എന്ന് എടുത്തു. x × x + 1
which is equal to 306 എന്ന് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ്. എക്സ് ഇൻറ്റു എക്സ് എന്തൊന്നായി മാറും, എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ അതുപോലെ എക്സ് ഇൻറ്റു 1 എന്തൊന്നായി മാറും, പ്ലസ് എക്സ് ഈക്വൽ ടു 306. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് x minus 306 is equal to 0. It is of the form ax square. Highest power എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ it is of the form എന്താണ്, quadratic equation. Since it is of the form ax square plus bx plus c equal to 0, where a not equal to 0, hence the given situation represents a quadratic equation. എഴുതണം. Since it is of the form ax square plus bx plus c equal to 0, where a not equal to 0, hence the given situation represents a quadratic equation. Hence the given situation represents a quadratic equation, which is the answer. ഈ സെക്കൻഡിൽ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്, റോഹൻസ് മദർ ഈസ് 26 year older than him. അപ്പോൾ എന്തോന്നാണ് കണ്ടീഷൻ, ഏത് നമ്മൾ എക്സ് എന്ന് എടുക്കും, റോഹൻസ് മദർ ഈസ് 26 year older than റോഹൻ. റോഹന്റെ അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് റോഹന്റെ ഏജ് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ കറസ്പോണ്ടിംഗ്ലി റോഹന്റെ ഏജ് അനുസരിച്ചാണ് റോഹന്റെ മദറിന്റെ ഏജ് പറയുന്നത്. അപ്പൊ എന്തോന്ന് ആരുടെ ഏജ് എക്സ് എന്ന് എടുക്കണം, അന്നേരം റോഹന്റെ ഏജ് ആണ് എക്സ് എന്ന് എടുക്കേണ്ടത്. കാരണം അമ്മയുടെ ഏജ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. റോഹൻസ് മദേഴ്സ് ഏജ് ഈസ് എന്തോന്നാണ്, റോഹന്റെ ഏജ് എക്സ് എന്ന് എടുത്താൽ റോഹന്റെ ഏജിനോടൊപ്പം 26 ആഡ് ചെയ്താൽ മദറിന്റെ ഏജ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് us assume that age of Rohan be x എന്ന് എടുക്കണം. let the age of Rohan be x years. റോഹന്റെ ഏജ് എക്സ് എന്ന് എടുത്തു. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്, റോഹൻസ് മദർ ഈസ് 26 year older than റോഹൻ. റോഹനേക്കാളും 26 year കൂടുതലാണ് അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ റോഹന്റെ ഏജ്. ഇപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് 10 ഏജ് ഉള്ള കുട്ടിയാണെങ്കിൽ അമ്മയ്ക്ക് ആ കുട്ടിയെക്കാളും 26 year കൂടുതലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും, 10 + 26 which is equal to 36 എന്ന് എടുക്കൂലേ. അതുപോലെയാണ് ഇപ്പൊ റോഹന്റെ ഏജ് 10 ആണെങ്കിൽ റോഹന്റെ മദറിന്റെ ഏജ് എത്ര ആയിരിക്കും, ഈ 10നോടൊപ്പം 26 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രസന്റ് ഏജ് ഓഫ് റോഹൻ എക്സ് എന്ന് എടുത്താൽ പിന്നെ എന്ത് ചെയ്യണം, റോഹന്റെ മദറിന്റെ ഏജ് എന്ന് പറയുന്നത് ഈ എക്സിനോടൊപ്പം 26 ആഡ് ചെയ്യണം. Therefore, the age of his mother is എത്രയാണ്, ഈ എക്സിനോടൊപ്പം എക്സ് റോഹനേക്കാളും 26 year ഏജ് കൂടുതലാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 26 year. ഇനി എന്തോന്നാണ് അടുത്ത കണ്ടീഷൻ, the product of their ages in 3 years from now will be 360 years. അപ്പോൾ now present age എന്ന് പറയുന്നത് എക്സ് ആണ്, റോഹന്റെ അമ്മയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 26 ആണ്. അപ്പൊ റോഹന്റെ ഏജ് എക്സ്, റോഹന്റെ മദറിന്റെ പ്രസന്റ് ഏജ് എക്സ് പ്ലസ് 26 ആണ്. അപ്പൊ 3 years from now എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 3 yearsനെയാണ് 3 years from now എന്ന് പറയുന്നത്. 3 വർഷത്തിന് ശേഷം റോഹന്റെ ഏജ് എന്ന് പറയുന്നത്, റോഹന്റെ ഏജ് എത്രയായിരിക്കും, ഇപ്പൊ നമുക്ക് 20 ആയ ഒരു കുട്ടിക്ക് 3 വർഷത്തിന് ശേഷം എത്രയാവും, 23 ആവും. കാരണം എങ്ങനെ കിട്ടി, 20യോടൊപ്പം 3 ആഡ് ചെയ്തു. ഇപ്പൊ 15 ഏജ് ഉള്ള ഒരു കുട്ടിക്ക് 3 വർഷത്തിന് ശേഷം 15 + 3 ആവും. 20 ആണെങ്കിൽ 20 + 3 ആവും. 25 ആണെങ്കിൽ 25 + 3. 3 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പ്രസന്റ്ലി ഉള്ള ഏജിനോടൊപ്പം 3 എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതുപോലെ റോഹന്റെ പ്രസന്റ് ഏജ് എക്സ് ആണ്. അപ്പൊ ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും, ആഫ്റ്റർ 3 years which is equal to ആഫ്റ്റർ 3 years ആകുമ്പോൾ ഈ റോഹന്റെ ഇപ്പോഴത്തെ ഏജിനോടൊപ്പം പ്രസന്റ് ഏജ് എക്സിനോടൊപ്പം എത്ര ആഡ് ചെയ്യണം, 3 ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് റോഹൻസ് ഏജ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് കിട്ടി. അടുത്തിന് എന്തോന്ന് ചെയ്യണം, റോഹന്റെ മദറിന്റെ ഏജ്. റോഹന്റെ മദറിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്, എക്സ് പ്ലസ് 26 ആണ്.
അപ്പൊ 3 വർഷത്തിന് ശേഷം റോഹന്റെ അമ്മയുടെ ഏജ് എത്രയാന്ന് ചോദിച്ചാൽ x+26+3 ആണ്. മനസ്സിലായോ? ഈ തന്നേക്കുന്ന ഏജിനോടൊപ്പം ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി അസ്യൂം ചെയ്തേക്കുന്ന ഏജിനോടൊപ്പം ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ 3 ആഡ് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് x+26+3 which is equal to x+29. അപ്പൊ ഇനി എല്ലാം ഏതാണ്? അപ്പൊ നമ്മൾ ആഫ്റ്റർ 3 years ഉള്ള റോഹന്റെ ഏജ് ഫൈൻഡ് ചെയ്തു, റോഹന്റെ മദറിന്റെ ഏജ് ഫൈൻഡ് ചെയ്തു. അപ്പൊ എഴുതണം ആഫ്റ്റർ 3 years. ആഫ്റ്റർ 3 years എന്ന് ഹെഡിങ് എഴുതിയിട്ട് ബാക്കി റോഹന്റെയും റോഹന്റെ മദറിന്റെ ഏജ് എഴുതിയാൽ മതി. ആഫ്റ്റർ 3 years എന്ന് എഴുതിയിട്ട് ആഫ്റ്റർ 3 years ആവുമ്പോൾ ഏജ് ഓഫ് റോഹൻ ദാറ്റ് ഈസ് റോഹന്റെ പ്രസന്റ് ഏജ് എക്സ് ആണ്. ആഫ്റ്റർ 3 years ആവുമ്പോൾ അതിനോടൊപ്പം എത്ര ആഡ് ചെയ്യേണ്ടി വരും? 3 ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് x+3. അതുപോലെ ആഫ്റ്റർ 3 years ദ ഏജ് ഓഫ് മദർ, ഏജ് ഓഫ് റോഹൻസ് മദർ which is equal to, ഇപ്പോൾ എത്രയാണ് റോഹന്റെ മദറിന്റെ ഏജ്? x+26 ആണ്. ആഫ്റ്റർ 3 years ആകുമ്പോൾ എന്ത് ചെയ്യും? x+26നോടൊപ്പം 3 ആഡ് ചെയ്യും. ദാറ്റ് ഈസ് x+26+3 which is equal to x+29. x+26+3 which is equal to x+29. അപ്പൊ റോഹന്റെ മദറിന്റെ ഏജ് എത്രയെന്ന് കിട്ടി? x+29 എന്ന് കിട്ടി. ഇനിയാണ് കണ്ടീഷൻ ബാക്കി വായിക്കേണ്ടത്. The product of their ages from now, 3 years from now, ഈ 3 years from now 3 വർഷത്തിന് ശേഷമുള്ള ഈ ഏജിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 360 തന്നിട്ടുണ്ട്. അപ്പം 3 വർഷത്തിന് ശേഷമുള്ള ഏജിന്റെ പ്രോഡക്റ്റ്, റോഹന്റെ ഏജിന്റെയും റോഹന്റെ മദറിന്റെ ഏജിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആഫ്റ്റർ 3 yearsലുള്ള കേസിലുള്ള ഏജ് ഓഫ് റോഹൻ ഇപ്പൊ എഴുതണം ഏജ് ഓഫ് റോഹൻ into age of his mother is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 360 എന്ന് തന്നിരിക്കുന്നു. ഏജ് ഓഫ് റോഹൻ ആഫ്റ്റർ 3 years എത്രയാണ്? x+3 into ഏജ് ഓഫ് ഹിസ് മദർ എത്രയാണ്? x+29 which is equal to 360. 29 കിട്ടി എങ്ങനെയാണെന്ന് അറിയാലോ. പ്രസന്റ് ഏജ് x+26 ആണ്. 26+3 that's equal to x+29 ആവും. Then x+3 into x+29 is equal to 360. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x കൊണ്ട് x-ന് that is equal to x². നെക്സ്റ്റ് x കൊണ്ട് 29 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോന്ന് വരും? 29x plus 3 into x which is equal to 3x plus 29 into 3. 9 into 3 27. 3 into 2 6. 6 plus 2 8. 87 which is equal to 360. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ax² പ്ലസ് റെപ്രസെന്റ് ദ സിറ്റുവേഷൻ ഓൾജിബ്രിക്കലി ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് x² പ്ലസ് 29x പ്ലസ് 3x എത്രയാണ്? 29. രണ്ടും പ്ലസ് ആണ്. 29 പ്ലസ് 3 എത്രയാണ്? 32 അല്ലേ? ദാറ്റ് ഈസ് 32x പ്ലസ് 360 മൈനസ് 360 ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് പ്ലസ് 87 മൈനസ് 360 ഈക്വൽ ടു 0. ഇറ്റ് ഈക്വൽ ടു 360 87 എന്തുകൊണ്ട്? രണ്ട് ഓപ്പോസിറ്റ് സിമ്പിൾ ആണ്. അപ്പോൾ ബിഗസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് 360 മൈനസ് 87 that is equal to 10 minus 7 3 ആവും. പിന്നെ 5 ൽ നിന്ന് 8 പോയാൽ 7 ആവും. 15 ആവും. 15 ൽ നിന്ന് 8 പോയാൽ 7 ആണ്. പിന്നെ 273. അപ്പോൾ 273 ആണ്. എത്രയാണ്? 273 ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് which is equal to x² plus 32x മൈനസ് ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പിൾ മൈനസ് ആണല്ലോ അല്ലെ? മൈനസ് 360 ആണ്. അതുകൊണ്ട് മൈനസ് 273 ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഏത് ഫോമാറ്റിലാണ്? ax² plus bx plus c ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x² plus 32x minus 273 equal to 0. It is of the form ax² plus bx plus c where a not equal to 0. Condition എന്താണ്? a 0ക്ക് ഈക്വൽ അല്ല. അപ്പോൾ therefore എന്താണ്? It is of the given situation is represents a quadratic equation. Therefore the given situation represents a quadratic equation. A quadratic equation. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് x² plus 32x minus
2273 ഈക്വൽ ടു 0 ആണ് ആൻസർ ആയിട്ട് കിട്ടിയ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 32x മൈനസ് 273 ഈക്വൽ ടു 0 വിച്ച് ഈസ് ദ ആൻസർ. ഓക്കെ. സെക്കൻഡിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ട്രാവൽസ് a distance of 480 km at a uniform speed. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. അപ്പോൾ എങ്ങനെ എഴുതും? A train travels a distance of 480 km. അപ്പോൾ ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 km ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 480 km. പിന്നെ എന്തോന്ന് തന്നിട്ടുണ്ട്? ദ സ്പീഡ് ഹാഡ് ബീൻ 8 km per hour ലെസ്. ഉള്ള സ്പീഡ് ഇപ്പം ഓൾറെഡി ഉള്ള സ്പീഡിനോടൊപ്പം 8 km per hour ലെസ് ആയിരുന്നെങ്കിൽ, സ്പീഡ് ട്രെയിനിന്റെ സ്പീഡ് 8 km per hour കുറവായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 3 hours more to cover the same distance. ഈ 480 km കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ ഉള്ള എടുത്ത ടൈമിനേക്കാളും 3 hours കൂടും. ഇപ്പോൾ ഓൾറെഡി ഒരു സ്പീഡ് ട്രെയിനിനുണ്ട്. ആ സ്പീഡിനേക്കാളും 3 km per hour 8 km per hour കുറവായിരുന്നെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് എത്രയാവും? 3 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു എത്തിച്ചേരാനായിട്ട്. പറഞ്ഞാൽ ട്രെയിൻ എന്താവും? ലേറ്റ് ആയിട്ട് എത്തിച്ചേരുമായിരുന്നു. 3 km per hour 3 hours കൂടുതലായിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് ആ സിറ്റുവേഷൻ. എന്തോന്നാണ്? ഓൾജിബ്രിക്കലി ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് ആ സിറ്റുവേഷന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 km. ഇപ്പോൾ ഇവിടെ പറയുന്നതെല്ലാം ടൈമിന്റെ ആണ്. ഫസ്റ്റ് ട്രെയിനിന്റെ ടൈമും സെക്കൻഡ് ട്രെയിനിന്റെ ടൈമും കൂടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 hours ആണ്. 3 hours താമസിച്ചെത്തുമായിരുന്നു. 8 km per hour സ്പീഡ് കുറച്ചാണ് ട്രെയിൻ വന്നിരുന്നെങ്കിൽ 3 hours താമസിച്ചേ ട്രെയിൻ എത്തത്തുള്ളായിരുന്നു. അതാണ് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിൻ എത്തിച്ചേരുള്ളൂ. ആ കണ്ടീഷനാണ് എഴുതേണ്ടത്. അപ്പൊ എല്ലാം ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ടൈമാണ്. രണ്ടിന്റെ ഫസ്റ്റ് ട്രെയിനിന്റെ ടൈം കാണുക, സെക്കൻഡ് ട്രെയിനിന്റെ ടൈം കാണുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആയിട്ട് എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് സ്പീഡ് അസ്യൂം ചെയ്യണം. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്തോന്ന് വേണം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണല്ലോ ടൈം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് എന്തോന്ന് ചെയ്യാം? ഏതാണ് അസ്യൂം ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടതും സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ്. അപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ട സാധനത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ് കിലോമീറ്റർ പെർ അവർ. ട്രെയിനിന്റെ സ്പീഡ് നമ്മൾ എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് അസ്യൂം ചെയ്തു. ഇനി ഡിസ്റ്റൻസ് എത്രയാണ്? ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ distance traveled by the train which is equal to 480 km. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള ടൈമിന്റെ ഗ്യാപ്പാണ് പറയേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ഈ സ്പീഡിൽ ട്രെയിൻ വന്നാൽ എത്ര ടൈം കൊണ്ട് എത്തിച്ചേരുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യും? ടൈം കണ്ടുപിടിക്കുന്നത് എന്താണ്? 480 by x ആണ്. Therefore time is equal to distance by speed. നമുക്കറിയാം ഒരു ഒറ്റ ഫോർമുലയിൽ നിന്നാണ് ഇതെല്ലാം ഡിറൈവ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഏതാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് എടുത്തോളൂ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ദെൻ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തത്? 480 km. 480 by x. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ട്രെയിനിന്റെ ടൈം കണ്ടുപിടിച്ചു. ഇനി എന്തോന്നാണ് കാണേണ്ടത്? സെക്കൻഡ് ട്രെയിനിന്റെ ടൈം. സെക്കൻഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്ര? സെക്കൻഡ് ട്രെയിൻ അല്ല, ഈ കണ്ടീഷൻ തന്നെ ഇത് തന്നെ എന്തോന്നാണ്? ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 8 km. ഈ ട്രെയിനിന്റെ തന്നെ സ്പീഡ് ആ കണ്ടീഷൻ വെച്ച് പറയുവാണ്. 8 km per hour ലെസ് ആയിരുന്നെങ്കിൽ, സ്പീഡ് 8 km per hour കുറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോഴുള്ള സ്പീഡ് എത്രയാണ്? x km per hour. അതിനേക്കാളും 8 km per hour ലെസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള സ്പീഡ് എത്രയാണ്? x minus 8 ആവും. അപ്പോൾ therefore if the speed had been 8 km per hour less, that is സ്പീഡ് എങ്ങനെ മാറും? 8 km per ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്പീഡ് x km per hour ആണ്. അതിനേക്കാളും 8 km per hour ലെസ് എന്ന് പറയുമ്പോൾ that is സ്പീഡ് is equal to എങ്ങനെ മാറും? that is സ്പീഡ് is equal to x minus 8 km per hour. x minus 8 km per hour ആവും. പിന്നെ അന്നേരവും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 480 km ആണ്. ഡിസ്റ്റൻസ് is equal to 480 km.
അപ്പൊ 480 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. സ്പീഡ് എന്ന് പറയുന്നത് x-8 ആണ്. അപ്പോഴുള്ള ടൈം എത്രയായിരിക്കും? ഈ സെക്കൻഡ് കണ്ടീഷൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴുള്ള ടൈം എത്രയായിരിക്കും? സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 8 km/h സ്പീഡിൽ ലെസ് വരുത്തുമ്പോൾ ഉള്ള ടൈം എന്ന് പറയുന്നത് എങ്ങനെ വരും? ദെൻ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 480 തന്നെയാണ് രണ്ട് കേസിലും ഉള്ളത്. 480 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര ആയി കുറയുന്നു? ഇപ്പോൾ ഓൾറെഡി എക്സ് ആണ്, അതിൽ നിന്ന് 8 km/h ലെസ് ആവുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 480 ബൈ x-8. അപ്പൊ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. 480 ഇപ്പൊ ഫസ്റ്റിലുള്ള ടൈം എന്ന് പറയുന്നത് 480 ബൈ എക്സ്. ഇപ്പൊ 480 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ നോർമലി വന്നാൽ 480 ബൈ എക്സ്, ട്രെയിനിന്റെ സ്പീഡ് x km/h ആവുമ്പോൾ, ഇനി ട്രെയിനിന്റെ സ്പീഡ് 8 km/h ലെസ് ആവുമ്പോൾ 480 ബൈ ടൈം എന്ന് പറയുന്നത് 480 ബൈ x-8 ആവും. ഇനി വേണം ആ കണ്ടീഷൻ വായിക്കാൻ. എന്താണ്? ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 3 hours മോർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പൊ ഈ ട്രെയിൻ എന്ന് പറയുന്നത് 480 ബൈ x-8 ടൈം എന്ന് പറയുന്നത് ആരെക്കാളും കൂടുതലായിരിക്കും? നേരത്തെ ഓൾറെഡി 480 ബൈ എക്സ് ടൈമിലാണ് ഈ ട്രെയിൻ ട്രാവൽ ചെയ്ത് വരുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ 480, ഇതിനേക്കാളും 3 hour കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് 5 മണിക്കൂർ കൊണ്ട് എത്തിയെങ്കിൽ ഇത് 8 മണിക്കൂർ എടുക്കും എത്തിച്ചേരാൻ. ആ ഡിഫറൻസ് ആണ് പറയേണ്ടത്. അപ്പൊ എന്താണ് ഈ നോർമലി 480 ബൈ x-8 എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ടൈമിനേക്കാളും 3 hour കൂടുതലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്താണ് 480 ബൈ x-8 രണ്ട് കേസ് ആയിരുന്നു. ഒന്ന് 480 ബൈ എക്സും ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിൻ എത്തിച്ചേരുന്ന ടൈം 480 ബൈ എക്സും, സെക്കൻഡ് കേസ് അതിന്റെ x-8 km/h സ്പീഡ് കുറഞ്ഞാൽ എത്തിച്ചേരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 480 ബൈ x-8 ആണ്. അപ്പൊ 480 ബൈ എക്സും 480 ബൈ x-8 ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ഹവേഴ്സിന്റെയാണ്. ഇത് 5 മണിക്കൂർ കൊണ്ട് എത്തിയാൽ ഈ ട്രെയിൻ 8 മണിക്കൂർ എടുക്കും എത്തിച്ചേരാനായിട്ട്, 8 മണിക്കൂർ എടുക്കുമെന്നാണ്. അപ്പൊ എന്താണ് 480 ബൈ x-8 എന്ന് പറയുന്നത് 480 ബൈ എക്സിനേക്കാളും 3 hour 582 എന്നൊക്കെ പറയുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിന് ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നുമില്ല. 3 hour കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ഈ ടൈമിന്റെയും രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് 480 ബൈ x-8. ഈ ട്രെയിൻ ആയിരിക്കും കൂടുതൽ സമയം എടുത്ത് എത്തിച്ചേരുന്നത്. സ്പീഡ് കുറവാകുമ്പോൾ കൂടുതൽ സമയം എടുക്കുമല്ലോ എത്തിച്ചേരാനായിട്ട്. അപ്പൊ ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസും സ്പീഡും ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. That is 480 by x-8 is equal to അതുപോലെ എന്തോന്ന് വരും 480 ബൈ ഓൾറെഡി ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ 480 ബൈ എക്സ് കൊണ്ട് എത്തേണ്ട ടൈമിൽ സ്പീഡ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 480 ബൈ എക്സ് നേരത്തെ എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ 480 ബൈ എക്സ്. നമുക്ക് ടൈം അറിയില്ല, അതുകൊണ്ടാണ് ആ ഫോർമുലയിലുള്ള ആ വേരിയബിൾ യൂസ് ചെയ്ത് ടൈം കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നെടുത്തു. ദാറ്റ് ഈസ് 480 ബൈ എക്സ്. ഇത് ടൈമാണ്. ദിസ് ഈസ് ടൈം. സെക്കൻഡ് കേസിലെ ടൈം ആണിത്. ഇതോ ടൈം 2. ഇതാണെങ്കിൽ ഫസ്റ്റ് കേസിലെ ടൈം ആണ്. ദാറ്റ് ഈസ് ടൈം 1. അപ്പോൾ ഈ ടൈം 2 എന്ന് പറയുന്നത് ടൈം 1-നേക്കാളും 3 hour കൂടുതലാണ്. ടൈം 1-നേക്കാളും 3 hour കൂടുതലാണ്. അപ്പൊ അത് കഴിഞ്ഞ് അത് രണ്ടും എഴുതി. ശരിക്കും എങ്ങനെയാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ? ദാറ്റ് ഈസ് 480 ബൈ x-8 മൈനസ് 480 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3. ശരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടിന്റെയും ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രെയിനും സെക്കൻഡ് ട്രെയിനുമായിട്ടുള്ള ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. എന്നാൽ സെക്കൻഡ് ട്രെയിൻ ആണ് കുറച്ച് കൂടുതൽ സമയം എടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ടൈം നെഗറ്റീവ് ആയിപ്പോകും. അതുകൊണ്ടാണ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രെയിനിന്റെ ടൈമാണ് കൂടുതൽ ടൈം എടുത്ത് വരുന്നത്. സ്പീഡ് കുറയുമ്പോഴാണല്ലോ ടൈം കൂടുതൽ എടുക്കുന്നത്. പെട്ടെന്ന് എത്തിച്ചേരത്തില്ല, കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പൊ ആ ടൈം മൈനസ് ഈ ടൈം ഇസ് ഈക്വൽ ടു 3 hour എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് ഓൾജിബ്രിക് ഫോർമാറ്റിലോട്ട് മാറ്റണം. ഓൾജിബ്രിക് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഏതിലോട്ട് മാറ്റണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 4 LCM എടുക്കാമല്ലോ. x ഇൻറ്റു എക്സ് മൈനസ് 8 അല്ലെ, x ഇൻറ്റു എക്സ് മൈനസ് 8 ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ. ദാറ്റ് ഈസ് 480x മൈനസ് 480 ഇൻറ്റു എക്സ് മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് 480x മൈനസ് 480 ഇൻറ്റു എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആയല്ലോ. 480x മൈനസ് ഇത് മൈനസ് എന്താവും? പ്ലസ് ആവും. 480 ഇൻറ്റു 8 48 ഇൻറ്റു 8 8 ഇൻറ്റു 8 64 6 വരും. 4 ഇൻറ്റു 8 32 32 പ്ലസ് 6 38 3840 അല്ലെ. 3840 ഈക്വൽ ടു 3 ഇൻറ്റു ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നെക്സ്റ്റ് സൈഡിൽ പോകും. 3 ഇൻറ്റു എക്സ് മൈനസ് 8.
which is equal to 3 into x into x എത്രയാവും x സ്ക്വയർ അല്ലേ, അതുപോലെ x into minus 8 ആണെങ്കിൽ minus 8x. 480x cancel ആവും. That is 3840. 3840 equal to 3x square minus 24x. ഇനി എന്തോന്ന് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമാറ്റ് മാറ്റാൻ വേണ്ടി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് എഴുതണം. ദാറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 24x പ്ലസ് 3x സ്ക്വയർ മൈനസ് 24x. ഈ 3840 നെക്സ്റ്റ് സൈഡ് വരുമ്പോൾ മൈനസ് 3840 ഈക്വൽ ടു 0. ഇനി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഫോമിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഇട്ടിരുന്നാലും ആൻസർ കറക്റ്റ് ആണ്. അതല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ, കാരണം എല്ലാത്തിനെയും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും, x സ്ക്വയർ മൈനസ് 24xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോന്ന് വരും, 24x ഡിവൈഡ് ബൈ 3 എത്ര വരും, 8x അല്ലേ, മൈനസ് 8x മൈനസ് അതുപോലെ 3840 ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം 1 into 2 2 into 3 6 ആവും, 24 ആവും, 1280 അല്ലേ, മൈനസ് 1280 which is equal to 0. It is of the form ax square plus bx plus c where a not equal to 0. Hence the given situation represents a quadratic equation. It is of the form ax square plus bx plus c equal to 0 where a not equal to 0. Hence the given equation represents a quadratic equation. Hence the given equation represents a quadratic equation. Quadratic equation which is the answer. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Hence the given equation represents a quadratic equation. നമുക്ക് കിട്ടിയ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഏതാണ്, എക്സ് സ്ക്വയർ മൈനസ്, ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 1280 ഈക്വൽ ടു 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ ഈ സിറ്റുവേഷൻ ഓൾജിബ്രിക്കലി റെപ്രസെന്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 1280 ഈക്വൽ ടു 0 വിച്ച് ഈസ് ദ ആൻസർ. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.